വിപിന്റെ നറേറ്റീവ് സ്ട്രക്ചർ ഒക്കെ ഭയങ്കര രസമാണ്. ഒരു സാധനം ഒരു കാര്യം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വേറൊരു സംഭവം നടക്കുന്നു, ഇതിന്റെ രണ്ടിന്റെയും ഇഫക്റ്റ് ആക്ച്വലി മൂന്നാം സ്ഥലത്ത് വേറൊരു ഇവന്റിലാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഒരു നറേറ്റീവ് സ്ട്രക്ചർ വിപിൻ ഈ സ്ക്രിപ്റ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതെനിക്ക് വലിയ അങ്ങനെ ചെയ്തത് കൊണ്ടും കൂടിയാണ് അത് ഈ സിനിമ ഇന്ന് ഭയങ്കര ഫ്രഷ് ആയിട്ടൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇപ്പം കുറച്ച് ലൗഡറാന്ന് തോന്നി ഇതില്, നമ്മൾ ടീച്ചർ മാറ്റുന്ന കണ്ടന്റിലൊക്കെ പുറത്തുണ്ട് നോക്കുമ്പോൾ കുറച്ച് ലൗഡറാണ്, ഒരു ഓവർ ദ ടോപ്പ് എന്ന് പറയുന്ന പോലെ. അങ്ങനെ കോമഡി ഇപ്പോൾ ഹ്യൂമർ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു മീറ്റർ പിടിക്കലുണ്ടല്ലോ, അതെങ്ങനെയാ സ്വയം ഒരു തീരുമാനത്തിലെത്തിയിട്ടാണോ, ആ ഒരു കൺവിക്ഷൻ എവിടെ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന പോലെയാണോ? അല്ല, അത് വിപിൻ ചേട്ടനെ ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ബേസിക്കലി. അപ്പോൾ വിപിൻ ചേട്ടന് ഈ സിനിമ ഈ പറയുന്ന പോലെ ഇതൊരു ചെറിയൊരു കൺഫ്യൂഷൻ അങ്ങനത്തെ ഒരു കോമഡി സിനിമയാണ്, കോമഡി ഓഫ് എറേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലും കുറച്ച് ലൗഡായിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും മ്യൂസിക് വൈസ് ആണെങ്കിലും ഇന്റർ കട്ടുകളും അങ്ങനെ വളരെ സിനിമാറ്റിക് ആയിട്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിപിൻ ചേട്ടൻ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു പൊടിക്കുള്ളൊരു ലൗഡ്നെസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആസ് ആൻ ആക്ടർ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് ആ മീറ്റർ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണല്ലോ. ഏത് മീറ്ററിലേത് ഇപ്പോൾ ജയജയയിൽ അങ്ങനല്ല, ഭയങ്കര സട്ടിലാണ്. പക്ഷെ ആ സിനിമയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വേറെ. അപ്പോൾ വിപിൻ ചേട്ടൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്യുവാണ് ബേസിക്കലി. ജയജയ ചെയ്തുകൊണ്ടുള്ളൊരു വിശ്വാസം, അത് എല്ലാ സിനിമയിലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല. കാരണം അത് പുറത്തെങ്ങനെയാ വരിക എന്നുള്ളത് നമുക്ക് ഡയറക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിപിൻ ചേട്ടനായതുകൊണ്ട് എനിക്കത് പൂർണ്ണ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം പറയുമ്പോൾ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ അങ്ങനെ നമ്മൾ സിനിമ കാണുമ്പോൾ അതങ്ങനെ സിറ്റുവേഷൻസ് അങ്ങനെ ഫേവർ ചെയ്യുന്നത് കൊണ്ടുള്ള ലൗഡ്നെസ്സേ ഉള്ളൂ. അല്ലാതെ ലൗഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കോമഡി കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ലൗഡ് ആവുന്ന പോലെ ഒന്നും ഇല്ല. ആ സിറ്റുവേഷൻ അത് ഫേവറബിൾ ആവുന്ന പോയിന്റിൽ നമ്മൾ ഇത്തിരി ലൗഡ് ആയാലും ചിലപ്പോൾ ഓക്കെ ആവും എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് സേഫായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.